മാങ്ങാക്കൂട്ടത്തിൻ്റെ പെണ്ണ് കേസ്, മാങ്കൂട്ടത്തിൻ്റെ പെണ്ണ് കേസ്, പിന്നെ നമ്മുടെ ജയിലിലെ ശമ്പള വർധന, അങ്ങനെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല, എനിക്ക് തോന്നുന്നു ഇത് ഒന്നിന് പുറകെ ഒന്നായി. മറ്റേ കോമഡി ഷോയ്ക്കകത്ത് പറയുകയല്ലേ, മറ്റേ ടിഷ്യൂ പേപ്പർ എടുക്കുന്ന പോലെ ഇവൻ്റെ പെണ്ണ് കേസ് വരുന്നത്, ഒന്നെടുക്കുമ്പോൾ ഒന്ന്. പക്ഷേ ഇപ്രാവശ്യത്തെ എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ പിഴയ്ക്ക് വെച്ച് കൊടുത്താണെന്ന് സംശയമുള്ളൂ കേട്ടോ. അതൊരു രാഷ്ട്രീയ നീക്കം ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അല്ല, ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഇയാൾ ആദ്യത്തതൊക്കെ ചിലപ്പോൾ മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഇപ്രാവശ്യം ഈ ഒന്നിന് പുറകെ ഒന്നായിട്ട് പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത് പിടലയ്ക്ക് വെച്ച് കൊടുക്കുന്നതാണോ എന്നൊരു സംശയം. അപ്പം നമുക്ക് അത്യാവശ്യം അറിയത്തില്ല കേട്ടോ. അന്വേഷണം നടക്കട്ടെ, നമുക്കറിയാം എന്നാണേലും അതാ ഭാഗത്തിരിക്കട്ടെ. അപ്പം നമ്മുടെ ജയിലിലെ ശമ്പള വർധനയാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ ട്രോളായിട്ട് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നാട്ടിലെ പിള്ളേർക്ക്, ഇപ്പോൾ നാട്ടിൽ നമുക്കൊക്കെ ആണെങ്കിലും വലിയ സാലറി വരെ ശമ്പള വർധന ഒന്നും ഇല്ലേലും ജയിലിൽ കൃത്യമായിട്ട് ശമ്പള വർധനയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ വികസിപ്പിക്കേണ്ടത് അവിടെയാണല്ലോ. കാരണം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മുതൽക്കൂട്ടുകളായ വ്യക്തികളെല്ലാവരും തങ്ങുന്ന അവിടെ ആയതുകൊണ്ടേ അവർക്ക് ആശയപരമായിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് അവിടെ വേണം എല്ലാ സൗകര്യങ്ങളും നമ്മൾ വർദ്ധിപ്പിക്കാൻ. നല്ല ആഹാരം, നല്ല ഭക്ഷണം, നല്ല ഉറക്കം, സംരക്ഷണം, അങ്ങനെ എല്ലാ കൊണ്ടും സുഖജീവിതം കൊടുക്കേണ്ടത് അവിടെയാണ്. കാരണം അവിടെ ഉള്ളവരാണല്ലോ ഏറ്റവും എന്താ പറയുക, നാടിൻ്റെ വികസനത്തിനൊക്കെ ഒരു അത്യാവശ്യം വേണ്ട ആൾക്കാരെല്ലാം അവിടെ ഉള്ളതുകൊണ്ടേ നമുക്ക് അത് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്നാണേലും നമുക്ക് നോക്കാം ഇനിയിപ്പം ഈ ബാക്കി എന്താ ഇതിൻ്റെ പുറകെ വരുന്നതെന്നുള്ളത്. നമുക്കിതെല്ലാം കണ്ടിങ്ങനെ ഇരിക്കാം എന്നുള്ളതല്ലാണ്ട് ഇത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നമ്മളെ ആവശ്യമുള്ളത് എന്നാകപ്പാടെ ആ വോട്ട് കുത്തുന്ന അന്ന് മാത്രം. ബാക്കിയെല്ലാം കണ്ടുകൊണ്ടിരിക്കാനേ നമ്മൾക്ക് ഇപ്പം നിലവിൽ പറ്റുള്ളൂ.